ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ കത്തിയ MSC വാങ്ഹായ് എന്ന കപ്പലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എത്രത്തോളം വലിയ തീപിടുത്തമാണ് എന്ന ഈ ക്ലോസ് ഷോട്ട് ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതിൽ ഇത്തരത്തിൽ അതിൻ്റെ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഇളകി മാറി കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ സ്ഫോടനത്തിൽ സംഭവിച്ചതാവണം. തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ പടരുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈ പറഞ്ഞ കണ്ടെയ്നറുള്ള സാധനം എന്താണെന്ന് ഇപ്പോഴും കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് അണയ്ക്കാനുള്ള രാസവസ്തുക്കളടക്കം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതിപ്പോഴും കഴിയുന്നില്ല. ഈ കപ്പലിൻ്റെ നിയന്ത്രണം ഏതാണ്ട് നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നു. 4 പേർ മിസ്സിംഗ് ആണ്. 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. രക്ഷപ്പെടുത്തിയതിൽ ഒരാളുടെ നില അതീവ ഗുരുതരവുമാണ്. വലിയ കറുത്ത പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഏതെങ്കിലും തരത്തിൽ തീ നിയന്ത്രണ വിധേയമാകുന്നതിന് സൂചനയുണ്ടോ? അറിയാൻ കഴിയുന്നുണ്ടോ? ഹാഷ്മി, നിലവിൽ അത്തരത്തിലുള്ള ഒരു സൂചനയും നേവിയുടെ ഭാഗത്തുനിന്നോ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഇതിന്റെ അപ്പർ ഡെക്കിലാണ് തീപിടുത്തമുണ്ടായത്. കണ്ടെയ്നറുകളിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അതൊരു പക്ഷേ മറ്റ് കണ്ടെയ്നറിലേക്കൊക്കെ പടരാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതൊരു ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 18 പേരെ രക്ഷപ്പെടുത്തി. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 4 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി 4 പേർ എവിടെയെന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം വന്നിട്ടില്ല. 2 തായ്വാൻ സ്വദേശികളും അതോടൊപ്പം തന്നെ മ്യാൻമറും ചൈന, ഇങ്ങനെ 2 പേരെ കൂടി, അങ്ങനെ 4 പേരെയാണ് ആകെ കാണാനില്ല എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. ഇവർ ഏതെങ്കിലും തരത്തിൽ ഷിപ്പിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരാനുള്ളത്. വിശദമായൊരു പരിശോധന ഉടൻ തന്നെ ആരംഭിക്കും. 5 ICG ഷിപ്പുകളാണ് ഇതിനോടകം തന്നെ സമീപത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അർണവിഷും സമുദ്രപ്രഹരിയുമാണ്. ഇവർ ചേർന്നായിരിക്കും ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുക എന്ന ഇതിനോടകം ICG വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കപ്പലിൽ നിന്ന് അപകടകരമായ വസ്തുക്കളോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ ഈ നോട്ടിക്കൽ മൈൽ ദൂരത്തേക്കൊക്കെ പടർന്നു പിടിച്ചാൽ അത് കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. അത് തടയുന്നതിന് വേണ്ടി ഡ്രോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് നിരീക്ഷിച്ച് അത് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ബൂം ചെയ്ത് കളയുന്നതിന് വേണ്ടിയാണ് സമുദ്രപ്രഹാരിയെ ഉപയോഗിക്കുക. അതിനൊപ്പം തന്നെ ഈ ICG അർണവേഷ ഈ ആളുകളെ റെസ്ക്യൂ ചെയ്യുന്നതിനാണ് ആ ഷിപ്പ് ഉപയോഗിക്കുക. മറ്റു ഷിപ്പുകളൊക്കെ നിരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ എത്തിച്ചിരിക്കുകയാണ്. സൂററ്റ് കൂടി എത്തുന്ന ഘട്ടത്തിൽ അതൊരു പൂർണ്ണ ഫുൾ ഫ്ലഡ്ജായി വർക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. വളരെ ഡേഞ്ചറസ് ആയുള്ള സിറ്റുവേഷൻ എന്ന് ഉറപ്പിച്ച് പറയാനാകും. നേരത്തെ MSC എൽസ 3 ഇതിൽ എത്ര കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അതോ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടോ? അതോ നിന്ന് കത്തുന്നതേ ഉള്ളോ? തുടങ്ങിയ കാര്യങ്ങളുടെ വ്യക്തത എപ്പോൾ കിട്ടും വിഷ്ണു? ഹാഷ്മി, ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് 20 കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് പുറത്തേക്ക് പോയി. 640 കണ്ടെയ്നറുകൾ ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. അത് ഈ പോർട്ട് കേന്ദ്രീകരിച്ച് നടത്തുന്ന വിവരശേഖരണത്തിലായിരിക്കും അത്തരം വിവരങ്ങൾ ഉണ്ടാകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ പോർട്ടിനെയും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിനെയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഈ വസ്തുക്കൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് വസ്തുവാണ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഏത് തരത്തിൽ ഈ നിയന്ത്രണ വിധേയമാക്കാനാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഇത് ഈ കണ്ടന്റിനാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും മെഷീനറി വസ്തുക്കൾക്കാണോ തീപിടിച്ചതെങ്കിൽ 2 രീതിയിലാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്. അതുകൊണ്ട് ഏതൊക്കെ വസ്തുവാണ് എന്നറിയാനുള്ള ശ്രമം ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും. അത് ഈ രക്ഷപ്പെട്ട 18 ആളുകളോടും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. നിലവിലൊരു ആശങ്ക നിലനിൽക്കുന്നത് ഈ 4 പേരുടെ കാര്യത്തിലാണ്. ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ കഴിഞ്ഞ തവണ MSC എൽസ 3 അതിൽ 3 പേരെ കാണാനില്ല എന്ന് ആദ്യ വാർത്ത വന്നെങ്കിലും പിന്നീട് കോസ്റ്റ് ഗാർഡ് നേവിയും തന്നെ അതിൽ വ്യക്തത വരുത്തിയിരുന്നു. 3 പേർ ഇപ്പോഴും ആ കപ്പലിൽ തുടരുന്നത് കപ്പലിന്റെ നിയന്ത്രണം തുടർന്നത് അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു വിശദീകരണം കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. മറിച്ച് 4 പേരെ കാണാനില്ല എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ വാർത്താക്കുറിപ്പിൽ വന്നത്. ആ 4 പേർക്കായുള്ള തിരച്ചിൽ ഒരു പക്ഷേ ഇതിനോടകം തന്നെ ആ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ടാവും. 5 കപ്പലുകളും അതോടൊപ്പം തന്നെ ഡ്രോണിയർ വിമാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ കണ്ടെത്താൻ ആകുമെന്ന് പ്രതീക്ഷയുണ്ട്. ലൈഫ് ജാക്കറ്റ് അടക്കം ഉപയോഗിച്ചായിരിക്കും ഇവർ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടാകും. അതുകൊണ്ട് മറ്റ് അപകടങ്ങളിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യത പറയുന്നില്ല. പക്ഷേ അവരെ കാണാനില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കണ്ടെയ്നറുകൾ കൂടുതലായി ഇനി കടലിലേക്ക് വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരൊക്കെ സംസാരിച്ചത് ഈ കണ്ടെയ്നറിൽ ചില അപകടകരമായ വസ്തുക്കളുണ്ട്, 3 കാറ്റഗറിയിൽപ്പെട്ട വസ്തുക്കളുണ്ട് എന്നുള്ളതാണ്. അത് എന്ത് വസ്തുക്കളാണ്? നേരത്തെ കാൽസ്യം കാർബൈഡ് പോലത്തെ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അത് സ്വാഭാവികമായും വാട്ടറുമായി കോണ്ടാക്ട് ചെയ്യാൻ നേരത്തെ ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. MSC എൽസ 3 മറിഞ്ഞ ഘട്ടത്തിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി
അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ അതിൽ നിന്ന് തീപിടുത്തം ഉണ്ടായതാണോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. അപ്പർ ഡെക്കിൽ മാത്രമാണ് ഇപ്പോൾ തീ ഉള്ളത്. അത് ലോവർ ഡെക്കിലേക്കും എഞ്ചിൻ റൂമിലേക്കും ഒക്കെ എത്തിയാലാണ് സ്ഥിതി അതിരൂക്ഷമാകുക. അതിനു മുമ്പ് തീ കെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സ്വീകരിക്കുന്നത്. പക്ഷേ കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം അതിൽ നിലവിൽ ഇപ്പോൾ ആളുകൾ ഉണ്ടാകില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം. കപ്പൽ നിയന്ത്രണം വിട്ടിട്ടുണ്ട്. കപ്പൽ ഒരുപക്ഷെ കടലിൻ്റെ ഒരു ആവാസാവസ്ഥയും അല്ലെങ്കിൽ അതിൻ്റെ ശക്തമായ ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ തിരമാലയൊക്കെ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്, ഹൈറ്റൈഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കപ്പൽ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ്. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കടമ്പകൾ ഇതിനോടകം തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളെ രക്ഷപ്പെടുത്തുക, ഈ മലിനീകരണം തോത് മറ്റിടങ്ങളിലേക്ക് പോകാതെ സംരക്ഷിക്കുക, ഈ കപ്പൽ നിയന്ത്രണ വിധേയമാക്കുക, ഈ കടലിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹൈറ്റൈഡ് സിറ്റുവേഷനെ മറികടക്കാനുള്ള നടപടികളൊക്കെ വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ നേവിക്കും കോസ്റ്റ് ഗാർഡിന് മുമ്പിൽ വെല്ലുവിളിയായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഹാഷ്മി.